ജോലി അന്വേഷിച്ച് ദുബായിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഒരു ഇൻ്റർവ്യൂ പാസ്സായി കിട്ടാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഇവിടെ വന്ന് ജോലി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന്. വിസിറ്റ് വിസയൊക്കെ എടുത്ത് ദുബായിലേക്ക് വന്ന് കയറിയതിൻ്റെ ആ ഒരു ആകാംക്ഷയിൽ 1-2 ആഴ്ച ഞാൻ ചുമ്മാ തെക്ക് വടക്ക് നടന്നെങ്കിലും പിന്നീട് അങ്ങ് കാര്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടി. അത് ഞാൻ ആഗ്രഹിച്ചിരുന്ന അക്കൗണ്ട്സ് പൊസിഷനിലേക്ക് തന്നെ. ഇല്ലാത്ത കാശ് ഉണ്ടാക്കി മൊബൈൽ റീചാർജ് ചെയ്ത് മെട്രോയും ബസ്സും കയറി കഷ്ടപ്പെട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ ലൊക്കേഷനിലെത്തി. അപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂവർ എൻ്റെ CV മേടിച്ച് വെച്ചിട്ട് എന്നോട് പറയാണ്, നിങ്ങളൊരു 350 ദിർഹംസ് തരുവാണെങ്കിൽ ഈ CV ഞാൻ ഡയറക്റ്റ് മാനേജ്മെൻറ്റിന് കൊടുക്കാം, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അക്കൗണ്ട്സിലെ ഗോൾഡൻ റൂൾ പ്രതീക്ഷിച്ചു പോയ ഞാനിപ്പോൾ ആരായി? നേരത്തെ തന്നെ ഇങ്ങനെയുള്ള സ്കാമിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ ഉപകാരങ്ങൾക്ക് പെരുത്ത് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കുറേ നാൾ ജോലി അന്വേഷിച്ച് നടന്നിട്ടും നല്ലൊരു ജോലി സെറ്റ് ആവാതെ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള സ്കാമിൽ പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ്.